കർണാടകയെ ഞെട്ടിച്ച ജ്വല്ലറി കവർച്ചയിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മൈസൂരു ഹൊൻസൂരിലെ മലയാളിയുടെ ഉടമസ്ഥയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ തോക്കുചൂണ്ടി 10 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ടും കവർന്നത്. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയ നടപടി സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട്. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു. ബൈജു, കർണാടക മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ വൻ കൊള്ള നടന്നത്, വലിയൊരു ജ്വല്ലറി കവർച്ച നടന്നത്. പക്ഷേ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഈ ആരാണ് കവർന്നത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനയെങ്കിലും പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ? ടോമെ, അങ്ങേയറ്റം ഗൗരവതരമായ ഒരു സംഭവം. ഈ കേസിൽ ഇതുവരെ ഒരു തുമ്പും പോലീസിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരം. ഇതിൽ കൃത്യമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ 3 ദിവസം ഈ ഹൊൻസൂറിലെ ഒരു ലോഡ്ജിൽ താമസിച്ചാണ് ഈ കവർച്ച ആസൂത്രണം ചെയ്തത്. അങ്ങനെ അവിടെയുള്ള CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി ഇവരുടെ 5 പേരുടെയും, അതായത് ഒരു 5 അംഗ സംഘമാണ് ഈ കവർച്ച നടത്തിയത്. ആ 5 പേരുടെയും ദൃശ്യങ്ങൾ പലതരത്തിലുള്ള പലയിടങ്ങളിലുള്ള CCTV ക്യാമറകളിലും പതിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ കവർച്ച നടക്കുന്ന സമയത്ത് 3 പേർ മാത്രമാണ് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. മറ്റു 2 പേർ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ ആ CCTV ക്യാമറയ്ക്ക് മുന്നിൽ കൃത്യമായി അവരെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കൃത്യമായ ആളുകളുടെ സൂചനകളൊക്കെ ലഭിച്ചിട്ടും ഇവർ ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാഴ്ചയാവുന്നു. അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പട്ടാപ്പകലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് ഓർക്കണം. തോക്കു ചൂണ്ടി ജീവനക്കാരെ വിരട്ടി അത്തരത്തിൽ 2 തവണ വെടിയുതിർത്ത് അങ്ങനെയൊക്കെ നടത്തിയ ഒരു കവർച്ച. മാത്രമല്ല, ഈ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണവും നിമിഷ നേരം കൊണ്ട് തന്നെ ഇവർ കവർച്ച ചെയ്യുന്നു. അവിടെ നിന്നും 8.5 കിലോ സ്വർണം, അതായത് സ്വർണ്ണ വജ്രാഭരണങ്ങൾ, അങ്ങനെയാണ് FIRൽ പറയുന്നത്. അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 10 കോടിയോളം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ നിന്നും കവർച്ച ചെയ്യപ്പെട്ടു എന്നാണ് FIRലും പറയുന്നത്. ഇത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള, കണ്ണൂർ സ്വദേശിയായ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ജ്വല്ലറിയാണ് സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്ന ജ്വല്ലറി. ഇത് പ്രതികൾ കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട്. 3 ദിവസം ഈ ജ്വല്ലറിക്ക് സമീപം ഇവർ താമസിച്ചു, പദ്ധതി ആസൂത്രണം ചെയ്തു. അങ്ങനെ നടത്തിയ ഒരു കവർച്ചയാണ്. എന്നിട്ടും പോലീസിന് ഇതാരാണ് പ്രതികൾ എന്നതിനെ കുറിച്ച് ഒരു സൂചന പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. തുടക്കത്തിൽ ഇതിൽ വിഷ്ണുവർദ്ധൻ എന്ന SP, അതായത് മൈസൂർ SP ആണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നത്. ആ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു. അതാണ് ഇതിൽ ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സ്വന്തം ജില്ല ഹൊൻസൂറിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടെ 6 ദിവസമായിട്ടും ഇത്രയും വലിയൊരു കവർച്ച, അതും തോക്കൊക്കെ ചൂണ്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആ നാടിനാകെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു കവർച്ചയിൽ ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തുടക്കത്തിൽ പോലീസ് പറഞ്ഞത് ഈ പ്രതികൾ കേരളത്തിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ്. അതായത് മടിക്കേരി ഭാഗമണ്ഡലം വഴി കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവേശിച്ച് അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ്. പക്ഷേ ആ സമയത്ത് തന്നെ വിവരം കേരള പോലീസിന് കൈമാറുകയും കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന, ഒപ്പം കണ്ണൂർ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന എല്ലാ ചെക്ക് പോസ്റ്റുകളിലും കൃത്യമായ പരിശോധന കേരള പോലീസ് നടത്തി. ഒരു വാഹനം പോലും കേരളത്തിൽ ആ സമയത്ത് കടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ സംഘം എവിടെയാണ് രക്ഷപ്പെട്ടത്? ഇനി ഇതിന് പരിസരത്ത്, മടിക്കേരി പരിസരത്തായി തന്നെ ഈ സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? പക്ഷേ ഇവരുടെ മുഖം വ്യക്തമായിട്ടും പല CCTV ക്യാമറകളിലും 3 ദിവസം ഈ ഒരു ഹൊൻസൂർ എന്ന് പറയുന്ന പട്ടണത്തിൽ ഇവർ തങ്ങി, അവിടെ പലയിടങ്ങളിലും അവർ സഞ്ചരിച്ചു. അങ്ങനെ പല സ്ഥലത്തു നിന്നും ഇവരുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. പക്ഷേ ഇതാരാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് വലിയ നാണക്കേടുണ്ടാക്കുന്നു. അതും ആഭ്യന്തര വകുപ്പിനെ വലിയ നാണക്കേടുണ്ടാക്കുന്നു. ഏതായാലും ഇതിൽ 5 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ അന്വേഷണമാണ് നടക്കുന്നത്. കാരണം കർണാടകയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തോക്ക് ചൂണ്ടി ATMൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണം കവർ ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ പ്രതികളെ ഒരാഴ്ചക്കകം തന്നെ പോലീസിന് പിടിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ കേസിലേക്ക് വന്നാൽ ഇത്രയും വലിയൊരു കവർച്ച നടന്ന്, പട്ടാപ്പകൽ ഒരു കവർച്ച നടന്ന്, തോക്ക് ചൂണ്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി, മാത്രമല്ല 2 തവണ നിറയൊഴിക്കുന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ജീവനക്കാർക്ക് വേറെ അപായം സംഭവിക്കാതിരുന്നത്. അങ്ങനെ മോട്ടോർ സൈക്കിൾ, അതായത് ബൈക്കിലാണ് ഈ സംഘം രക്ഷപ്പെടുന്നത്. അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന മാനേജർ പിന്തുടരുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ കണ്ടെത്താൻ സാധിച്ചു.